മലയാളി മാധ്യമപ്രവർത്തക സൗമ്യ വിശ്വനാഥിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് ജാമ്യം. 4 പ്രതികൾക്കാണ് ഡൽഹി ഹൈക്കോടതി ജാമ്യം നൽകിയത്. ആർ രാധാകൃഷ്ണൻ ചേർന്നു. ആർക്കെ നാടിനെ ഞെട്ടിച്ച മാധ്യമ സമൂഹത്തെ, കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചൊരു സംഭവമാണ്. അതിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടാനിടയായ സാഹചര്യം എന്താണ്? ആർക്കെ ഈ ജീവപര്യന്തം ശിക്ഷയാണ് പ്രതികൾക്ക് വിധിച്ചിട്ടുള്ളത്. അവർ ദീർഘകാലമായിട്ട് ജയിലിൽ തുടരുന്നു എന്ന കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി നടപടികൾ ഉണ്ടായത്. ഏതാണ്ട് 10 വർഷത്തോളമായി ഇവർ ജയിലിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് അപ്പീൽ തീർപ്പാക്കും വരെ ജാമ്യം അത് സ്വാഭാവികമായിട്ട് അനുവദിക്കപ്പെടേണ്ടതാണ് എന്ന നിരീക്ഷണം കോടതി നടത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രതികൾ സാകേത് കോടതിയുടെ വിധിക്ക് എതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തങ്ങൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ പൂർണ്ണമായും വിലയിരുത്തുന്നതിൽ കോടതി പരാജയപ്പെട്ടു എന്ന വാദമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ അപ്പീൽ കേൾക്കാനായി കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഈ അപ്പീൽ കേൾക്കുന്ന സാഹചര്യത്തിലാണ് ഈ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ആർ രാധാകൃഷ്ണനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ജാമ്യം അനുവദിച്ച 4 പ്രതികൾക്കാണ്.